മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം 14 അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിക്കട്ടെ. മൂന്നാമതൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൽ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ഈ ഭൂമിയിൽ ദൈവം ന്യായം വിധിപ്പാനായി ഇറങ്ങി വരുമ്പോൾ ഈ ലോകത്ത് 2 കൂട്ടം ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ. ഒന്ന്, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റ ഒരു കൂട്ടം ജനവും, രണ്ടാമതായിട്ട് മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലും കൈമേലും മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നവർ. ഈ 2 കൂട്ടരാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, അവരെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതുന്നവരെ മുഴുവൻ കർത്താവിനോടുകൂടെ വാസം ചെയ്യുവാൻ അവൻ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊള്ളും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 12 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരും. അതുപോലെ തന്നെ അതിൻ്റെ 13:8 പറയുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്തവർ. അങ്ങനെ 2 കൂട്ടർ മാത്രം. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവർ. മറുകൂട്ടർ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവർ. ആ മുദ്ര ഏൽക്കുന്നവർക്ക് വന്നു ഭവിക്കുന്ന അന്ത്യന്യായവിധിയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ 14 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവർ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ഒരു കലർപ്പും ഒട്ടും ഡൈല്യൂട്ട് ചെയ്യാതെ ദൈവത്തിൻ്റെ ക്രോധമദ്യം കുടിക്കേണ്ടതായിട്ട് വരും. അവർ ദണ്ഡനം അനുഭവിക്കും. എന്നേക്കും അവർക്ക് ദണ്ഡനമാണ്. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവിനോടുകൂടെ നിത്യകാലം വാഴും എന്നുള്ള ആ സദ്വർത്തമാനവും ദൈവവചനത്തിൽ വ്യക്തമാക്കി തന്നിരിക്കുന്നു. ഇവിടെ 21 അധ്യായം നാം വായിക്കുമ്പോൾ 3 വാക്യത്തിൽ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ തൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ രക്തത്താൽ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് എന്നേക്കും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും നിത്യകാലം കർത്താവിനോടൊത്ത് വസിക്കുവാനുമുള്ള ആ മഹത് ഭാഗ്യം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കും. എന്നാൽ ഭയനിർദ്ദേശമെന്നോണം പറയട്ടെ, ആ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാതെ മൃഗത്തിൻ്റെ മുദ്ര, മൃഗത്തിനെ നമസ്കരിക്കുന്നവർ അവൻ്റെ വഞ്ചനയിൽപ്പെട്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസൃതമായി മുൻപോട്ട് പോകുന്നവരൊക്കെ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. നാം ഏത് കൂട്ടത്തിലുള്ളവരെന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാകട്ടെ. ആ ദൈവത്തിൻ്റെ മുദ്രയുള്ളവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണവും സമാധാനവും, അവർ ശാശ്വതമായ സമാധാനം അനുഭവിക്കും. അവരെ അത് പിന്തുടരുക തന്നെ ചെയ്യും. നന്മയും കരുണയും അവരുടെ ആയുഷ്കാലമൊക്കെയും അവരെ പിന്തുടരും. അവർ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നുള്ള ആ ഉറപ്പ് ദൈവവചനത്തിലൂടെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നു. ആ ഉറപ്പുള്ളവരായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.